മലയാളത്തിൻ്റെ ഗാനഗന്ധർവന് ആസ്വാദക ലോകം ആരാധലോകം ആശംസകൾ അർപ്പിക്കുമ്പോൾ ജനം ടി വിക്കൊപ്പം സംഗീത രംഗത്ത് ശ്രദ്ധേയരായ നിരവധി പേരും അദ്ദേഹത്തിൻ്റെ ആശംസകൾ അർപ്പിക്കാനും ഒപ്പം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പങ്കുവെക്കാനും ചേരുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പകരം വയ്ക്കാനില്ലാത്ത നാദമാധുര്യത്തിൻ്റെ ഉടമയാണ് ഡോക്ടർ കെ.ജെ. യേശുദാസ്. സംഗീത ലോകത്ത് നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോഴും അദ്ദേഹം ഇപ്പോൾ കേരളത്തിലില്ല, ഭാരതത്തിലില്ല. അദ്ദേഹം 3 വർഷത്തിലധികമായി അമേരിക്കയിലാണുള്ളത്. കൊറോണയ്ക്ക് ശേഷം അദ്ദേഹം തിരികെ വന്നിട്ടില്ല. എന്തെങ്കിലും അദ്ദേഹം എല്ലാ പിറന്നാളിനും അദ്ദേഹം മൂകാംബികയിലെത്താറുണ്ട്. അദ്ദേഹം മൂകാംബികയിൽ അദ്ദേഹത്തിൻ്റെ ഭക്തർ അദ്ദേഹത്തിന് വേണ്ടി നടത്തുന്ന ഈ വഴിപാടുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ പങ്കെടുക്കാറുണ്ട്. പക്ഷേ ഈ സമയത്ത് അദ്ദേഹം നാട്ടിലില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ ആരാധകരും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവരും അദ്ദേഹത്തിൻ്റെ പിറന്നാൾ സുദിനത്തിന് ആശംസകൾ നേരുകയാണ്. അദ്ദേഹത്തിൻ്റെ ദീർഘായുസ്സിനായി 84 വയസ്സാണ്, ശതാഭിഷേകം നിറവിലാണ്. എങ്കിലും കൂടുതൽ വർഷം അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഗായകനായ ജി ശ്രീറാം, ഒപ്പം സംഗീത സംവിധായകനും ഗായകനുമായ ശ്രീ ജി.കെ. ഹരീഷ് മണി എന്നിവർ തത്സമയം ചേരുകയാണ്. അവർ സൂമിലൂടെയാണ് ചേരുന്നത്. ആദ്യം ജി ശ്രീറാമിലേക്ക്. ജി ശ്രീറാം, ഇവിടെ സൂചിപ്പിച്ചതുപോലെയാണ് മലയാളത്തിൻ്റെ പുണ്യമാണ് ദാസേട്ടൻ. മലയാളത്തിൻ്റെ ആ ഒരു സുഹൃതത്തിന് ആശംസകൾ നേരുകയാണ്. മലയാളികൾ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള സംഗീത ആസ്വാദകർ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുഭവത്തെ, ആ ഓർമ്മകളെ എങ്ങനെയാണ് താങ്കൾ ആദ്യം തന്നെ ഓർത്തെടുക്കുന്നത്? ആദ്യം എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട, നമ്മൾ ഈ നേരത്തെ വിശേഷിപ്പിച്ച വിശേഷണങ്ങളെല്ലാം തന്നെ അല്ലെ, പകരം വയ്ക്കാനില്ല. 62 വർഷത്തിനിപ്പുറം 61 പാടി തുടങ്ങിയതാണ് അദ്ദേഹം, 1961. ഇപ്പോഴും പകരം വയ്ക്കാൻ ഒരു ശബ്ദമില്ല എന്ന് പറയുന്നത് നമുക്കൊന്നും സാധാരണ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു ഒരു മഹാ വ്യക്തിത്വം, ഒരു ഗാനഗന്ധർവൻ എന്നുള്ള വാക്കിനപ്പുറത്തേക്ക് അദ്ദേഹം കടന്നെത്തിയിരിക്കുന്നു എന്ന് വേണം പറയാം. അങ്ങനെയുള്ള ഞങ്ങളുടെ എല്ലാം ഗുരു കൂടിയായ ദാസാറിന് ആദ്യം പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കാം. ആശംസകൾ നേരുന്നു. ഈ എത്ര വിശേഷണങ്ങൾ നൽകിയാലും മതിയാവാത്ത ഒരു ശബ്ദത്തിനുടമ. ശബ്ദം എന്ന് പറയുമ്പോൾ തന്നെ വളരെ വേറിട്ട ആ നാദം, അത് നമ്മളെ ഏത് പാട്ട് കേട്ടാലും നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ളൊരു ഒരു 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 കാന്തശക്തി അദ്ദേഹത്തിനുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പേഴ്സണാലിറ്റി ആണെന്ന് ഞാൻ പറയാം. അദ്ദേഹത്തിൻ്റെ പ്രയത്നം ഇത് വെറുതെ ഉണ്ടായി വരുന്നതല്ല. തീർച്ചയായിട്ടും ഒരു അനുഗ്രഹമാണ് സംഗീതജ്ഞാനം ലഭിക്കുക എന്നുള്ളത്. പക്ഷെ സ്വന്തം പ്രയത്നം കൂടിയാണ് അദ്ദേഹം ഇന്ന് നമ്മൾ ഈ കാണുന്ന തരത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ കാണുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ കഠിനമായ പ്രയത്നമാണ്. പറഞ്ഞതുപോലെ തന്നെ ഒരു എളിയ ജീവിതത്തിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു ഔന്നത്യത്തിലേക്ക് അദ്ദേഹം എത്തിയത് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വപ്രയത്നം തന്നെയാണ്. പല രീതിയിലും അദ്ദേഹത്തിൻ്റെ സംഗീത ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ തിരസ്കാരങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്, അവഹേളനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെയും തരണം ചെയ്തുകൊണ്ട് അദ്ദേഹം ഇന്ന് മലയാളത്തിൻ്റെ, ലോകത്തിൻ്റെ തന്നെ ആ ഒരു സംഗീത രംഗത്ത് നെറുകയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഒപ്പം താങ്കളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് അനുഭവങ്ങൾ ഓർത്തെടുക്കാനുണ്ട് ഈ ഒരു സുദിനത്തിൽ. അക്കാര്യം കൂടി ഒന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കാം. ദാസാറുമായിട്ട് എനിക്ക് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ബന്ധമുണ്ട്. എന്ന് പറയുമ്പോൾ അത്രയും അടുപ്പമൊന്നും ഞാനൊന്നും ഒരിക്കലും കാണിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. എപ്പോഴും ഞാനൊരു ഒന്ന് അകന്ന് മാറി നിന്നേ അദ്ദേഹത്തെ എപ്പോഴും കണ്ടിട്ടുള്ളൂ. നമുക്ക് അങ്ങനെ നമുക്ക് അദ്ദേഹത്തിനെ കാണാൻ പറ്റുള്ളൂ. അത്രയും ഒരു മഹാമേരുവായിട്ട് വളർന്നു നിൽക്കുകയാണ് സംഗീത രംഗത്ത്. ഒരുപക്ഷെ എൻ്റെ കുട്ടിക്കാലം തൊട്ട് അദ്ദേഹത്തിനെ കാണാനും അടുത്ത് ഇടപഴകാനും ഭാഗ്യമുണ്ടായിട്ടുണ്ട്. എൻ്റെ അച്ഛൻ ചേർത്തല ഗോപാലൻ നായർ വഴി ആണ് ആ ബന്ധം. ഒരുപക്ഷെ 1972 1973 കാലഘട്ടത്തിലൊക്കെ വീട്ടിൽ വരികയും
ഒന്ന് രണ്ട് സിനിമാ പാട്ടുകൾ വീട്ടിലിരുന്ന് പാടുകയൊക്കെ ചെയ്ത ഓർമ്മ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽപ്പുണ്ട്. ഈ തിരക്കിനിടയിൽ അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി വീട്ടിൽ വന്നിട്ട് എൻ്റെ ചേച്ചി പറയുമ്പോൾ ഏത് പാട്ട് പാടണം എന്ന് പറഞ്ഞിട്ട് ആ പാട്ട് പാടിത്തരികയും അപ്പൊ അങ്ങനെ ഒരു ബന്ധം തുടങ്ങി. പിന്നീട് തരങ്കിണി എന്ന സ്റ്റുഡിയോയുമായിട്ടും തരങ്കിണി എന്ന അദ്ദേഹത്തിന്റെ സംഗീത ഇൻസ്റ്റിറ്റ്യൂഷൻ വഴിയുള്ള ഒരുപാട് ബന്ധങ്ങൾ തുടരാനായി. തരങ്കിണി സ്റ്റുഡിയോയിൽ അദ്ദേഹം നേരിട്ട് പറഞ്ഞു തന്നാണ് ഞങ്ങൾ പാട്ട് പാടി തുടങ്ങിയത്. തിരുവനന്തപുരത്തുള്ള തരങ്കിണി സ്റ്റുഡിയോയിൽ അദ്ദേഹത്തിന്റെ അത്തരത്തിലുള്ള പ്രയത്നങ്ങൾ തിരുവനന്തപുരത്തേക്ക് സംഗീതം റെക്കോർഡിംഗ് ഉൾപ്പെടെയുള്ളവ കൊണ്ടുവരിക, അങ്ങനെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാക്കുക എന്നൊക്കെ ഉള്ള കാഴ്ചപ്പാടോടു കൂടിയാണ് അദ്ദേഹം ഒന്ന് പ്രവർത്തിച്ചത്. ആ തരങ്കിണി സ്റ്റുഡിയോ ഏറ്റവും അന്നത്തെ ആധുനിക രീതിയിലുള്ള സ്റ്റുഡിയോ നിർമ്മിക്കുകയും ഈ സ്കൂളിന്റെ ഉദ്ദേശം തന്നെ അതായിരുന്നു. തരങ്കിണിശ്ശേരി സ്കൂള് ഒരുപിടി കലാകാരന്മാരെ വളർത്തിയെടുക്കുക, ഇൻസ്ട്രുമെന്റൽസിനെ എല്ലാം പഠിപ്പിച്ച് അവരെ ഒരു പ്രൊഫഷണൽ ലെവലിൽ വായിക്കാൻ പ്രാപ്തരാക്കുക എന്നുള്ള ശ്രമം കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കലാകാരന്മാർ ഈ രംഗത്തേക്ക് കടന്നു വരുവാൻ വഴിയുണ്ടാക്കി എന്നുള്ള വലിയൊരു കാര്യമാണ്. അതൊക്കെ നമ്മൾ ഒരിക്കലും മറന്നുകൂടാ. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം പാട്ട് മാത്രമല്ല, അത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ പാട്ട് മാത്രം പാടി സ്വന്തമായിട്ട് പേരുണ്ടാക്കാൻ എന്തെല്ലാം ആൾക്കാര് ഇങ്ങനെ പറഞ്ഞു അല്ലെ. പക്ഷെ അതിലൊന്നും ഒന്നും സംഭവിക്കില്ല. അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് വയലിൻ ആയിക്കോട്ടെ, പിയാനോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മൃദംഗമായിക്കോട്ടെ, വായ്പാട്ടായിക്കോട്ടെ, അത്തരത്തിലുള്ള കലാകാരന്മാരെ പഠിപ്പിച്ച് പ്രൊഫഷണൽ ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് തരങ്കിണിശ്ശേരി എന്ന സ്ഥാപനം അദ്ദേഹം തുടങ്ങിയത്. അതുവഴി തന്നെ തരങ്കിണി സ്റ്റുഡിയോയിൽ അവരെ കൊണ്ട് വായിപ്പിക്കുവാനും അത്തരത്തിലുള്ള സംഗീത പരിപാടികളിൽ അല്ലെ റെക്കോർഡിങ്സിലൊക്കെ പങ്കെടുപ്പിക്കുവാനൊക്കെ ഉള്ള ശ്രമം ഒരുപാട് നടത്തിയിട്ടുണ്ട്. തരങ്കിണി റെക്കോർഡ്സ് എന്ന് പറയുന്നത് ഇന്നും ഒരു മലയാളിക്ക് മറക്കാനാവാത്ത ഗാനങ്ങൾ നൽകിയിട്ടുള്ളൊരു. പിന്നൊന്ന്, ശാസ്ത്രീയ സംഗീതം ഇത്രമാത്രം പൊതുജനങ്ങളിലേക്ക് എത്തിച്ച ഒരു മഹൽ വ്യക്തി വേറൊരാളില്ല എന്ന് ഉറപ്പിച്ച് പറയാം. എന്തോ ആണ് ശാസ്ത്രീയ സംഗീതം. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ജനകീയമായി ഈ സംഗീതത്തെ ഒരു ജനകീയമായി ഉപയോഗപ്പെടുത്തിയ, അല്ലെങ്കിൽ ജനഹൃദയങ്ങളിലേക്ക്, ആരാധക മനസ്സിലേക്ക്, ആസ്വാദക മനസ്സിലേക്ക് ഇത്രമാത്രം ആഴത്തിൽ പതിപ്പിച്ച ഒരു അതുല്യ പ്രതിഭ ഉണ്ടാകില്ല വേറെ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഒപ്പം ജി ശ്രീറാമാണ് നമുക്ക് മുന്നിലിരിക്കുന്നത്. മലയാളത്തിൻ്റെ പ്രിയ ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ പിറന്നാൾ സുദിനമാണ്. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ പ്രേക്ഷകർ ഒരു പാട്ട് പ്രതീക്ഷിക്കുകയാണ്. നമുക്കൊരു ഗാനം ഒന്ന് കേൾക്കാം. തീർച്ചയായിട്ടും. അദ്ദേഹത്തിൻ്റെയൊക്കെ ഇങ്ങനത്തെ ഒരു വേളയിൽ അദ്ദേഹത്തിന്റെ പാട്ട് നമ്മൾ പാടുക എന്ന് പറയുമ്പോൾ അത് എന്താ പറയുക, ഒരു സംഗീത അർച്ചനയായിട്ട് മാത്രം കരുതണമെന്നാണ് അഭ്യർത്ഥന. അദ്ദേഹം ആദ്യകാലത്ത് പാടി സൂപ്പർ ഹിറ്റ് ആക്കിയ ഒരു ഗാനം, അത് എളുപ്പമല്ല പാടാൻ. കേൾക്കുമ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നുന്ന ഒരു ഗാനം, ഒരു ഇൻസ്ട്രുമെന്റ്സിന്റെ സഹായമില്ലാതെ അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടി പാടിയ ഒരു ഗാനത്തിന്റെ 4 വരി പാടാം. നാദ ബ്രഹ്മത്തിൻ സാഗരം നീന്തിവരും നാഗസുന്ദരിമാരേ, സപ്തസ്വരങ്ങളെ സംഗീത സരസിലെ സപ്തമരാളങ്ങളെ, സാക്ഷാൽ നാദ ബ്രഹ്മത്തിൻ സാഗരം നീന്തിവരും സുന്ദരിമാരേ. ക്ഷമിക്കണം, ഏതായാലും ഈ ഒരു സുദിനത്തിൽ അദ്ദേഹത്തിനുള്ള ഒരു സ്നേഹാർച്ചന തന്നെയായി ഈ ഒരു പാട്ട്. ഏതായാലും കുറച്ചുകൂടി വിശേഷങ്ങളും 1-2 പാട്ടുകൾ കൂടി നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട്